അല്ലെങ്കിൽ ചിത്രകലയിൽ നോക്കിയാൽ മോണയെ പോലെ ലോത്രയെ പോലെയൊക്കെയുള്ള ആളുകൾ യൂറോപ്യൻ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു ഭാവന ഉണ്ടാക്കാനാണ് മോഡേണിസ്റ്റ് കലയിൽ ശ്രമിച്ചതെങ്കിൽ പിക്കാസോയും ഗോഗനും ഒക്കെ ആഫ്രിക്കയിലേക്കും ടാഹിത്തിയിലേക്കും ഒക്കെ പോയി ഒരു പ്രിമിറ്റീവ് കൾച്ചറിൽ നിന്നും മോഡേണിസം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് അല്ലാതെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരൊറ്റ പ്രതലത്തിൽ നിൽക്കുന്ന ഒരേ ഒരു വീക്ഷണം മുമ്പോട്ട് വയ്ക്കുന്ന അസ്തിത്വവാദത്തിന്റെ മാത്രമായ ചില ഉത്കണ്ഠകൾ പങ്കുവയ്ക്കുന്ന ഒന്നായിട്ടൊന്നും വാസ്തവത്തിൽ മോഡേണിസത്തെ കണ്ടുകൂടാ എന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ ലാർജറായ വളരെ വിപുലമായ ഒരു ചരിത്ര സന്ദർഭത്തോടും അതിലെ സംഘർഷങ്ങളോടും ഒക്കെ കെട്ടുപിണഞ്ഞ ഒരു ഭാവുകത്വ സന്ദർഭത്തെയാണ് വാസ്തവത്തിൽ നമ്മൾ മോഡേണിസം എന്ന് കാണേണ്ടത്. ഇപ്പൊ ലൂക്കാച്ച് പറയുന്നുണ്ട് മോഡേണിസത്തിൽ സംഭവിച്ചത് ഇപ്പൊ റിയലിസ്റ്റ് കലവരെയുള്ള സന്ദർഭത്തിൽ വ്യക്തി എന്ന് പറയുന്നത് സമൂഹ ബന്ധങ്ങളിൽ വേരാഴ്ത്തി നിന്ന് ആ സമൂഹ ബന്ധങ്ങളിൽ വേരാഴ്ത്തി നിന്ന് അതിലൂടെ നിലവിൽ വരുന്ന ഒരു വ്യക്തിതലമാണ് റിയലിസ്റ്റ് കലയിലുള്ളത്. എന്നാൽ ഈ സമൂഹം എന്നത് ശിഥിലമായി തീരുന്നതോടെ വ്യക്തി തന്നിലേക്ക് തന്നെ തിരിയുകയും ഒരർത്ഥത്തിൽ സാമൂഹികതാ നിരാസം എന്നത് വ്യക്തിയുടെ ഒരടിസ്ഥാന ഭാവമാവുകയും ചെയ്യുന്നു. ഇത് വളരെ രസമുള്ള നിലയിൽ മറ്റൊരു പ്രകരണത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ റൈമണ്ട് വില്യംസ്. അദ്ദേഹം പറയുന്നുണ്ട് ഈ മോഡേണിസ്റ്റ് നോവൽ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടാണ്? ക്ലാസിക്കൽ റിയലിസം തേർഡ് പേഴ്സൺ നരേറ്റീവിനെ പിൻപറ്റിയപ്പോൾ മോഡേണിസ്റ്റ് നോവൽ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലേക്ക് പോയി. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഈ ഞാൻ ഇൻഫ്ലേറ്റഡ് ആയി എന്നാണ് അതിനെക്കുറിച്ച് ലൂക്കാച്ച് പറയും. ഇൻഫ്ലേറ്റഡ് ആയി പെരുപ്പിക്കപ്പെട്ട ഒരു ഞാൻ, ഒരു ആത്മം, ഒരഹം ഇങ്ങനെ ആധുനിക ഭാവനയിൽ ശക്തമായി. എന്തുകൊണ്ട് സംഭവിച്ചു? അതിൽ അദ്ദേഹം റൈമണ്ട് വില്യംസ് പറയുന്ന ഒരു കാര്യം, സാമൂഹികമായ ബന്ധങ്ങൾക്കുള്ളിൽ വെച്ച് അതിനകത്ത് വെച്ച് നിലവിൽ വരുന്ന ഒരാത്മമാണ് വ്യക്തിയുടേതെങ്കിൽ, അതായത് അവനും അവളും അവരുമുള്ളൊരു സമൂഹത്തിന്റെ ഭാഗമാകുമ്പോഴാണ് ഞാനും സാധ്യമാകുന്നതെങ്കിൽ എൻ്റെ കഥ അവൻ്റെയും അവരുടെയും കൂടി കഥയായി തീരും. അതുകൊണ്ട് അത് തേർഡ് പേഴ്സൺ നരേറ്റീവിലേക്ക് അവരെ കുറിച്ച് പറയും. മറിച്ച് സുഭദ്രവും ആദിമധ്യാന്ത പൊരുത്തമുള്ളതും സൈദ്ധികവുമായ ഒരു സാമൂഹ്യ തലം അപ്പുറം ഇല്ല. അത് ചെതറിപ്പോയിരിക്കുന്നു. സൺ ഓഫ് മാൻ വാട്ട് യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്. ഭഗ്നബിംബങ്ങളുടെ കൂമ്പാരം മാത്രമായി മാറുന്ന ഒരു സമൂഹത്തിൽ വ്യക്തിക്ക് എങ്ങനെ സ്വന്തം സെൽഫിനെ സ്ഥാപിക്കാൻ പറ്റും? ആത്മസംസ്ഥാപനം അപ്പൊ എങ്ങനെ സാധ്യമാവും? അത് തന്നിലേക്ക് തന്നെ തിരിയണം. ലോകത്തെ ഉപേക്ഷിക്കുകയാണ്, അത് തന്നിലേക്ക് തിരിയാണ്. റൈമണ്ട് വില്യംസ് പറയുന്നുണ്ട് ആ ഉപേക്ഷ വാസ്തവത്തിൽ ഒരു സോഷ്യൽ എൻഗേജ്മെന്റ് ആണ്. മാറി വന്ന സാമൂഹിക സന്ദർഭത്തോടുള്ള ഒരു കവിയുടെ, ഒരു എഴുത്തുകാരന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കൂടിയാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ ഉപേക്ഷിക്കൽ. വിജയമാഷ് പണ്ട് പറയും, സഹകരിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ എന്ന് എഴുതി വെച്ച് ആ കവിത മാതൃഭൂമിക്ക് അയക്കാൻ തപാൽ പെട്ടിയിലിട്ടതിന് ശേഷമാണ് എടപ്പള്ളി ആത്മഹത്യ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ലോകത്തോടുള്ള, അത് ആത്മഹത്യയെ കുറിച്ചല്ല, ലോകത്തെ കുറിച്ചുള്ള ഒരു വിമർശനമാണ്, ആത്മഹത്യയെ കുറിച്ചുള്ള ഒരു വിശദീകരണമല്ല. എന്നതുപോലെ ഈ ആധുനികതാ പ്രസ്ഥാനത്തിനകത്ത് വികസിച്ചു വന്ന ഈ വ്യക്തിവാദം, സാമൂഹിക നിരാസം എന്നെല്ലാം പറയുന്നത് പ്രമേയപരമായിട്ടോ അതത് വ്യക്തികളുടെ ഏതോ എന്താ പറയാ സാമൂഹ്യ ബോധമില്ലായ്മയുടെയോ വീക്ഷണ വൈകല്യങ്ങളുടെയോ ഉൽപ്പന്നമായിട്ടല്ല കാണേണ്ടത് എന്നാണ്. ഈ ലാർജർ ഇഷ്യൂ ഒരു ഫ്രെയിമിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു നിലയിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ്, ഞാൻ ഈ ആശയം വളരെ കൂടുതൽ വിശദീകരിക്കണില്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് മോഡേണിസത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് സാഹിത്യത്തിന്റെ പ്രമേയ പ്രതലങ്ങളെ മുൻനിർത്തി ആലോചിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ലാർജർ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു നോവൽ എന്ത് പറയുന്നു, ഡൽഹിയിൽ അരവിന്ദൻ എങ്ങനെ അരിഞ്ഞു തിരിയുന്നു, ഖസാക്കിൽ രവി എങ്ങനെ ചുറ്റിക്കളിക്കുന്നു എന്ന വിഷയത്തെ മുൻനിർത്തിയിട്ട് ഖസാക്കിന്റെ രാഷ്ട്രീയം ആലോചിക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയുടെ രാഷ്ട്രീയം ആലോചിക്കുന്ന നിലയിലേക്ക് നമ്മൾ പോകും. മറിച്ച് ഇത് സാധ്യമാകുന്നത് മനുഷ്യാവസ്ഥയുടെ പുതിയൊരു പ്രകാരം നിലവിൽ വന്നിരിക്കുന്നു എന്ന തലത്തിലാണ്. അതായത് സൂചിത ലോകം ഇല്ലാതാകുന്നതോടെ സൂചകങ്ങൾ അതിൽ തന്നെ പൂർത്തിയാകും. ഒരു വാക്ക് ഒരർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒരു അപരമണ്ഡലത്തിലേക്ക് തുറക്കുന്നില്ലെങ്കിൽ വാക്ക് മാത്രമാവുകയും വാക്കൊരു ഭാഷാലീലയുടെ സ്വഭാവം കൈവരിക്കുകയും ചെയ്യും.
അപ്പൊ ഈ വാക്കിനെ അർത്ഥപൂർണമാക്കാൻ പോന്ന ഒരു വ്യക്തിയെ സാമൂഹിക വ്യക്തിയാക്കാൻ പോന്ന ഒരു വ്യക്തിയെ സമൂഹ ബന്ധങ്ങളിൽ വേരാഴ്ത്തി നിൽക്കുന്ന ഒരു സമഗ്രതയാക്കാൻ പോന്ന മറ്റേ സമൂഹ യാഥാർത്ഥ്യത്തിനൊരു സുഘടിത സ്വഭാവമുണ്ടോ? ആ സുഘടിത സ്വഭാവത്തിന്റെ തകർച്ചയാണ് വാസ്തവത്തിൽ മോഡേണിസ്റ്റ് കലയെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സന്ദർഭം. അതാണ് മാർക്സ് പറഞ്ഞ ഒരു കാര്യം, ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ. ഖരമായതൊക്കെ ആവിയായിത്തീരുന്നു എന്ന് പറയുന്നത്, തിങ്സ് ഫോൾ അപ്പോർട്ട് എന്ന് മറ്റൊരു കവി പറയുന്നത്, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ പെരുപ്പിക്കപ്പെട്ട ആത്മത്തെയും ആത്മനിരാസത്തിൻ്റെയും വർദ്ധതാബോധത്തിൻ്റെയും ഒക്കെ പ്രമേയപരമായ പരിസരങ്ങളിൽ നിന്ന് അവയുടെ ചരിത്രപരമായ ചക്രവാളങ്ങളിലേക്ക് നാം അതിനെ ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്താൽ വാസ്തവത്തിൽ ആധുനികത എന്ന്, മൊഡേണിസം എന്ന് നമ്മൾ പറയുന്നത് കുറെ കൂടി വിപുലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തലം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഇത്തരമൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇത്തരമൊരു ശൈഥില്യത്തിന്റെ തലത്തിലേക്ക് മലയാള കവിത 50കളിൽ തന്നെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പണിക്കര് മാസ്റ്റർ കവിത 57ലാണ് കുരുക്ഷേത്രം വരുന്നത്. നേരിട്ട് മോഡേണിസ്റ്റ് എന്നോ ആധുനികതാവാദം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും 50കളിൽ തന്നെ, പ്രത്യേകിച്ച് 48 വൈലോപ്പിള്ളി കുടിയൊഴുക്കിൽ എഴുതുന്നു, 50കളിൽ അത് പുസ്തകമായിട്ട് വരുന്നു. കുടിയൊഴുക്കലിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ ആധുനികതയുടെ ആധാര ഘടകങ്ങൾ ശിഥിലമായി തുടങ്ങിയെന്ന് കാണാൻ പറ്റും. ചെറ്റയാം വിടൻ ഞാൻ ഇനിമേലും കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കും എന്നത് ചെറിയൊരു കാര്യമല്ല. ചെറ്റയാം വിടൻ ഞാൻ എന്നത് മനുഷ്യനെ കുറിച്ചുള്ള പുതിയൊരാശയാണ്. അത് ഇപ്പോൾ 50 കൊല്ലം മുമ്പ് ആശാൻ ആലോചിക്കുന്നത് എന്താണ്? മനുഷ്യ സ്നേഹമാണ്. ലോകാനുരാഗം ഇയലാത്തവരെ നരന്റെ ആകാരമാർന്ന് ഇവിടെ വന്ന് പിറന്നിടായും എന്ന് മതാത്മകതയിൽ നിന്നും അധ്യാത്മത്തിൽ നിന്നും അതിഭൗതികത്തിൽ നിന്നും മാനുഷികതയിലേക്കുള്ള ഒരു തിരിവ് നമ്മുടെ നവോത്ഥാന ഭാവനയിലും മലയാള കവിതയിലും സംഭവിക്കുന്ന 20ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഒരു സന്നിഗ്ധ സ്ഥാനമാവുകയും താൻ ഒരു ഇങ്ങനെ ഒന്നാണ്. ചെറ്റയാം വിടഞ്ഞാൽ ദുഷ്പ്രഭു പുലയാടികൾ പാർക്കും ഇപ്പുഴക്കിടിവെട്ട് കൊള്ളട്ടെ എന്ന് പറയുന്ന മട്ടിൽ പുതിയ ആധാരങ്ങൾ ചെതറി തുടങ്ങിയിരിക്കുന്നു. NV കൃഷ്ണവാര്യരുടെ കവിതയില്, NV പണിക്കര് മാസ്റ്റർക്ക് പ്രിയമുള്ളൊരു കവിയായിരുന്നില്ല, എനിക്കറിയാലോ. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കഥ അദ്ദേഹത്തിന്റെ മൃത്യുപൂജയില് മന്ദഗാമിനി ഹേമന്തയാമിനി എന്നായിരുന്നു. അപ്പോൾ മന്ദഗാമിനി എന്ന് കൂടി NV ചേർത്തു അത്രേ. എന്നിട്ട് അടുത്ത കവിത അയച്ചു കൊടുത്തപ്പോൾ ഫോട്ടോ അയച്ചിട്ട് പണിക്കര് മാസ്റ്റർ ദയവായി ഫോട്ടോ എഡിറ്റ് ചെയ്യരുതെന്ന് ഒരു കുറിപ്പ് വെച്ചിരുന്നതാണ്. NV എന്തും തിരുത്തുമല്ലോ. NV അങ്ങനെ, NVയുടെ ഒരു ശീലം അതായിരുന്നു. NV വേറൊരു NVയിൽ പക്ഷേ ഈ പ്രശ്നമുണ്ട് കേട്ടോ. NV നമ്മുടെ സൂതുമാരിയുടെ രാത്രി മഴയ്ക്ക് അവതാരികയിൽ ഈ പ്രശ്നം പറയുന്നുണ്ട്. ഈ കവിതയിലെ പ്രമേയം എനിക്കിഷ്ടമല്ല, ഈ സമീപനം എനിക്കിഷ്ടമല്ല, പക്ഷെ ഈ കവിത എന്നെ ആകർഷിക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ എന്ന ചോദ്യം NV അവിടെ ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു പുതിയ കാലം വരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടാണ്. അതിലേക്ക് പുള്ളി പ്രവേശിച്ചില്ല എന്നുള്ളതല്ല, പക്ഷെ ആ പുതിയ കാലം വരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. എലികൾ എന്നുള്ള കവിതയിൽ മനുഷ്യനെ കുറിച്ചുള്ള മലയാളത്തിലെ ഏറ്റവും നിശിതമായ വിമർശനം വരുന്നത് ആദ്യ സ്ഥാനങ്ങളിലൊന്നും എലികളാണ്. തള്ളയിൽ കുഞ്ഞുങ്ങളോട് പറയുമല്ലോ, നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ, നിങ്ങൾ എലികളോ മാനുഷരോ. നോക്കൂ, മനുഷ്യൻ എത്ര മഹത്തായ പദം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനാണ് പ്രമാണം, മാൻ ഈസ് ദ മെഷർ. വീട്ടി പട്ടേരിപ്പാട് എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് ഇവിടെ സത്യം എന്നത് മനുഷ്യനാകുന്നു എന്നൊക്കെ എഴുതിയിരിക്കുന്ന കാലത്താണ് നിങ്ങൾ എലികളോ മാനുഷരോ എന്ന്. NVയുടെ അസാമാന്യമായ ഒരു ബുദ്ധിയാണ് കേട്ടോ. കാരണം ഗാന്ധിയും ഗോഡ്സെ ഇന്ന് എഴുതാൻ എളുപ്പമാണ്. ഗാന്ധിയും ഗോഡ്സെയും 1950 എഴുതാൻ ഒട്ടും എളുപ്പമല്ല. പക്ഷെ അന്നേ എഴുതി. എലി വാങ്ങാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ. ഈ കിഴവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ 3 ഉണ്ട പാഴാക്കിയത് എന്ന് വ്യാകുലപ്പെടുന്ന ഗോഡ്സെയിലാണ് ആ കവിത ചെന്ന് നിൽക്കുന്നത്. ആ വ്യാകുലത ഇന്നിപ്പോ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു യാഥാർത്ഥ്യമായി. ഗുജറാത്തിലെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റിന്റെ മറ്റൊരു പ്രസ്താവന 3-4 കൊല്ലം മുമ്പ് കാണാനിടയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഗോഡ്സെ ഒരു രാജ്യസ്നേഹിയാണ്, ഗാന്ധി ആശയം വ്യക്തമാണല്ലോ.
വിതണ്ടി അന്ന് കണ്ടു എന്നതാണ്. നമ്മുടെ രാഷ്ട്രം ചെതറുന്നുണ്ട്